ശ്രീനന്ദയുടെ മരണത്തിന്റെ ദുരൂഹത നീക്കാൻ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ശ്രീനന്ദയെ കാണാതാകുന്നത് ചിക്കമംഗളൂരിൽ വിനോദയാത്രയ്ക്കിടെ. മൃതദേഹം കണ്ടെത്തിയത് 4 ദിവസത്തിന് ശേഷം 1500 അടി താഴ്ചയിൽ നിന്ന്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം. ലെബനനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാതെ സഹകരിക്കില്ലെന്ന് ഇറാൻ. ചർച്ചയ്ക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിലേക്ക്. പാകിസ്ഥാന്റെ നിഷ്പക്ഷതയിൽ സംശയമെന്ന് ഇസ്രായേൽ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് വീഴ്ചയിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയില്ല, നിയമം പാലിക്കാൻ ബോർഡിന് കഴിയുന്നില്ലെന്നും കോടതി. കുംഭമേളയിലെ വൈറൽ താരത്തിന് വിവാഹപ്രായമായിട്ടില്ലെന്ന് കണ്ടെത്തൽ. പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രം. ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. കേരള മധ്യപ്രദേശ് DGPമാർ ഹാജരാകണമെന്ന് ദേശീയ ഗോത്ര കമ്മീഷൻ. ശതമാനക്കണക്കിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ. 75-ലേറെ സീറ്റ് നേടി ഭരണ തുടർച്ച ഉറപ്പെന്ന് LDF. 100-ലേറെ സീറ്റ് ലഭിക്കുമെന്ന് UDF. നിർണായക ശക്തിയാകുമെന്ന് BJP. വോട്ടെണ്ണും മുമ്പേ ആഗ്രഹം പറഞ്ഞ മുസ്ലിം ലീഗ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്ന് മുനവർ അലി തങ്ങൾ. അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. അത് നേരത്തെ CH മുഹമ്മദ് ഖായ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഔഖാദർ കുട്ടി നഹാ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വോട്ടെടുപ്പിന് പിന്നാലെ സഭയ്ക്കെതിരെ തുറന്നടിച്ച് PC ജോർജ്. മെത്രാൻമാർക്കെതിരെ അധിക്ഷേപ പരാമർശം. FCRA നിയമം ഉടൻ വരുമെന്നും PC ജോർജിന്റെ മുന്നറിയിപ്പ്. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട്. മറ്റു രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തിയായിട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. സഭയെ വിമർശിച്ച് ഷോൺ ജോർജ്. ലൈംഗിക അതിക്രമ കേസിൽ കർശന ഉപാധികളോടെ രഞ്ജിത്തിന് ജാമ്യം. ഷൂട്ടിംഗ് സൈറ്റിൽ പോകരുതെന്ന് നിർദ്ദേശം. എല്ലാ തിങ്കളാഴ്ചയും പോലീസിന് മുന്നിൽ ഹാജരാകണം. UPയിലെ മധുരയിൽ യമുന നദിയിൽ ബോട്ട് മുങ്ങി 10 മരണം. നിരവധി പേരെ കാണാതായി. അപകടത്തിൽപ്പെട്ടത് പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള 30 അംഗ സംഘം.